Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ഡിലൈറ്റ് അക്കൗണ്ടിന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങളൊരു ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഒരു പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവം നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് പേഴ്സണൽ ലോൺസും ഈസി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ആയിട്ട് പേഴ്സണൽ ലോൺസ് കിട്ടാനും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഒരു 2 to 3 months തന്നെ ഒരു പ്രീ അപ്രൂവൽ ആയിട്ട് ലോണും അതുപോലെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം പ്രൈവറ്റ് ബാങ്ക്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊടാക് ബാങ്കിന്റെ 81 അക്കൗണ്ടിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഡിലൈറ്റ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് എന്ന് പറയാനുള്ളത് ഡിലൈറ്റ് അക്കൗണ്ട് തന്നെയാണ്. ബാക്കിയെല്ലാം ഭയങ്കര ഓവർ പ്രൈസ്ഡും പ്രീമിയം അക്കൗണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഡിലൈറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഡിലൈറ്റ് അക്കൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നമുക്കൊരു ഇനീഷ്യൽ ഫണ്ടിങ് വരുന്നുണ്ട്. നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ടൈമിൽ തന്നെ നമ്മളൊരു 10,000 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇവരുടെ ഡെബിറ്റ് കാർഡിന് നല്ല ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നുണ്ട്. 500 രൂപ പ്ലസ് GST നമുക്ക് ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നുണ്ട്. ഒരു പ്രീമിയം ഡെബിറ്റ് കാർഡ്, ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് നമുക്ക് ആദ്യം തന്നെ പിടിക്കും. അപ്പോൾ 10,000 രൂപ നമ്മൾ ഇട്ടേന്ന് അത് പിടിച്ചിട്ടാണ് നമുക്ക് ബാക്കി ബാലൻസ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുക. അത് ഓർമ്മിക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അത് ഇൻസ്റ്റന്റ് ആണ്, നമുക്ക് എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് 5% വരെ ക്യാഷ് ബാക്ക് നമുക്ക് ഈ ഡെബിറ്റ് കാർഡിൽ ഇവർ തരുന്ന ഡെബിറ്റ് കാർഡിൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് എത്ര ചാർജ് ഒരു പ്രീമിയം ഡെബിറ്റ് കാർഡാണ്. നമുക്ക് സ്വിഗ്ഗിയിലും ബിഗ് ബാസ്ക്കറ്റിലൊക്കെ 20% വരെ ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്യൂവൽ, ഡൈനിങ്, എന്റർടൈൻമെന്റ്, OTT പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ നമുക്ക് buy one get one ഫ്രീ ടിക്കറ്റ്സ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് 1.5 ലാഖിന്റെ നമുക്ക് ഇൻഷുറൻസും ഈ കാർഡിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം ഡെബിറ്റ് കാർഡ് തന്നെയാണ്. പിന്നെ ഇവർ ആക്ച്വലി ഇപ്പം ഈ എന്താ പറയുക ഡെബിറ്റ് കാർഡിൽ തന്നെ EMI ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക ഡെബിറ്റ് കാർഡ് EMI നിങ്ങൾ കണ്ടാവില്ലേ, HDFC ബാങ്ക് സംഭവങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡെബിറ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ചാർജ് മനസ്സിൽ വെക്കുക, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെർച്വൽ കാർഡ് മാത്രമേ എടുക്കാൻ പറ്റില്ല കൊടാക്കിൻ്റെ പോലെ. ഈ ഫിസിക്കൽ കാർഡ് എന്തായാലും എടുക്കണം, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അക്കൗണ്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റന്റ് ആണ്, ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റായിട്ട് KYC ചെയ്യേണ്ട വരും. വീഡിയോ KYC ആണ്, ഓൺ കോൾ. അത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. 24 മണിക്കൂറിൽ തന്നെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡും അതിൻ്റെ വെൽക്കം കിറ്റും സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് അതിൻ്റെ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺസ്, വെഹിക്കിൾ ലോൺസ് അടക്കം കിട്ടുന്നുണ്ട്. അതാണ് പ്രത്യേകത നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡിൻ്റെ അല്ല അക്കൗണ്ടിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഒരു മൊബൈലിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സംഭവങ്ങളൊക്കെ മതി, ഈസിയാണ്. പിന്നെ അവരുടെ ആപ്പിൻ്റെ പേര് ഇൻഡസ് മൊബൈൽ എന്നാണ് ആപ്പിൻ്റെ പേര് കേട്ടോ. ഇൻഡസ് മൊബൈൽ നമുക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ആവശ്യമുള്ളൂ. എന്നാലും കുഴപ്പം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് അക്കൗണ്ട് നമ്പർ നമ്മുടെ ഫോൺ നമ്പർ ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ഗുണം അവർ തരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ നല്ല സുഖമാണല്ലോ, നമുക്ക് ഓർമ്മിച്ച് വെക്കാനും സംഭവത്തിനൊക്കെ നല്ല സുഖമായിരിക്കും. അത് നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണിക്കട്ടെ. അവർ നമ്മൾ ഫോൺ നമ്പർ അടിക്കുമ്പോൾ തന്നെ അതായിരിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓൾറെഡി. അപ്പോൾ എന്തായാലും ട്രൈ നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഈസി സംഭവമാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാക്സിമം വേണ്ടോ. പിന്നെ വീഡിയോ KYC നിങ്ങൾക്ക് സ്ലോട്ട് ഇടുന്നതനുസരിച്ച് അതും ഒരു മാക്സിമം 2 minutes ഒക്കെ വേണ്ടി വരുള്ളൂ. വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ KYC പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വെരിഫിക്കേഷൻ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇനീഷ്യൽ ഫണ്ടിങ്ങും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജും മാത്രം നോക്കിയാൽ മതി, വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഡിലൈറ്റ് ഡെബിറ്റ് കാർഡാണ് ഇതിൻ്റെ പേര് വരും. ഡിലൈറ്റ് ഡെബിറ്റ് കാർഡ് നമുക്ക് ഇതിൻ്റെ കിട്ടുക 499 പ്ലസ് GST ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സാലറി അക്കൗണ്ടാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വേ ഓഫ് ചെയ്തിട്ടും അത് വേറെ കാര്യം. അപ്പോൾ അത്രയുള്ള വേറെ സംഭവം തന്നെ നമുക്കത് മിനിമം ബാലൻസ് റിക്വയർമെൻ്റ് ഒന്നുമില്ല. സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഇതിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്ത് ഉടനെ നമുക്ക് ക്യാഷ് ഇനീഷ്യൽ ഫണ്ടിങ് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ ആ ഡെബിറ്റ് കാർഡ് ചാർജ് എടുത്തിട്ട് ബാക്കി നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പിന്നെന്താ തന്നെ വേറെ സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടെ. 100% പേപ്പർലെസ് തന്നെയാണ്.
ബാക്കി വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ റൂപേ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ വിസ പ്ലാറ്റ്ഫോംസിലൊക്കെ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇവർക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഇവരെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഡെബിറ്റ് കാർഡ് തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഡെബിറ്റ് കാർഡ്സുകളുണ്ട്. അതിൽ തന്നെ റൂപേ ഡെബിറ്റ് കാർഡുകളുണ്ട്, ഗോൾഡ് ഡെബിറ്റ് കാർഡുകളുണ്ട്, വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡുകളുണ്ട്. അതിനനുസരിച്ച് ഓഫേഴ്സും അതിനനുസരിച്ച് ചാർജും ഡിഫറൻസ് വരും, അത് വേറെ കാര്യം. അപ്പോൾ ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ട് മറക്കണ്ട കേട്ടോ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട, കുറേ പേര് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം.